ഹലോ ഗൈസ്, ജംഷി ചെരുപ്പിരുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചങ്ങായിമാരെ, ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറച്ചായി. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളായ കാരണം വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇൻഷാല്ലാ ഇനി മുതൽ ഇവിടുന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്താ, നമ്മളിതാ ഈ ബാക്കിൽ കാണുന്ന ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതായത് ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഫുള്ളായിട്ടുള്ള ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ പുട്ടി വർക്ക് കാര്യങ്ങൾ അവിടുന്ന്, അതായത് പുട്ടി വർക്ക് മുതൽ ഇതിൻ്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഓൾറെഡി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വർക്ക് ഫിനിഷിങ് വരെയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. അപ്പോൾ ചങ്ങായി മരങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഫുൾ വ്യൂ കേട്ടോ. അതായത് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെരിപ്പൂര് മുക്കലിപ്പിടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഓണർ നമ്മളെ ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ളൊരു വീടാണിത്. അത് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഫീൽ ചെയ്യും. പക്ഷേ ഇതിൻ്റെ ചുറ്റളവ് വരുന്നത് 3000 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ ഇത് ആ ഒരു രീതിക്ക് തന്നെയാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ടിടാണ്ടായിരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ കാണുന്ന സൈഡ് വ്യൂ മാത്രമാണ് നമുക്ക് പുട്ടിടാണ്ടായിരുന്നത്. അപ്പോൾ പുറത്തെ പുട്ടിപ്പണി, അതായത് 2 കോട്ട് പുട്ടിട്ട് പ്രൈമർ അടിച്ച് ഫിനിഷിങ് പുറത്തത്തെ നമ്മൾ അവസാനിച്ചു. ഇനി നമുക്ക് ബാലൻസുള്ള ഉള്ളിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വീടിൻ്റെ ഫുള്ള് മരം എടുത്തിരിക്കുന്നത് തേക്കാണ് കേട്ടോ. അതായത് തേക്കിലാണ് വാതിലും ജനലും എല്ലാതും നമ്മൾ തേക്കിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാടൻ തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാടൻ തേക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം പൊത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി പോളീഷിൻ്റെ സെക്ഷൻ വരുമ്പോഴേക്ക് നമുക്ക് ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അതെല്ലാം ഈ ചാനലിൽ കൂടെ നമ്മൾ ഇനി ഇതിൻ്റെ A to Z കാര്യങ്ങൾ ഈ ചാനലിൽ കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഈ വീടിൻ്റെ അടുത്ത് പറയാൾ ഇതിൻ്റെ ഹാളാണ് കേട്ടോ. അതായത് മുകളിലത്തെ ആളായാലും ശരി താഴത്തെ ആയാലും ശരി അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള ഹാളാണ് രണ്ടെണ്ണം. പിന്നെ ഇതിന് ജിപ്സം പണി, അതായത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് ജിപ്സം പണി ചെയ്തിരിക്കുന്നത്, മുകേഷ് എന്നാണ് ആളെ പേര്. അപ്പോൾ ജിപ്സം പണിയുമായി ബന്ധപ്പെട്ട വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ അറിയിക്കാവുന്നതാണ്. നമ്പർ നമ്മൾ തരുന്നതായിരിക്കും. പിന്നെ താഴത്തെ സെക്ഷനിലുള്ള, അതായത് താഴത്തെ ഫ്ലോറിലുള്ള പുട്ടിപ്പണി ഏകദേശം 2 കോട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കട്ടിങ് സ്റ്റേജിന് മുന്നുള്ള വ്യൂ ആണ്. അതായത് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വീഡിയോയിലും കണ്ടാൽ തന്നെ അറിയാം അത് ഏകദേശം കട്ട് ചെയ്ത ലെവലിൽ തന്നെയാണ് അത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാണ്ടാവുക. അതായത് അത് അങ്ങനെ തന്നെ, അതായത് റിയാലിറ്റിയിലും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ പുട്ടിയിടുമ്പോൾ അത്രയും ഫിനിഷിങ്ങിലാണ് നമ്മൾ ഫസ്റ്റ് കോട്ടായാലും സെക്കൻഡ് കോട്ടായാലും നമ്മൾ വലിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ കിച്ചൺ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ഓപ്പൺ കിച്ചണാണ്, ഇത് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അതായത് കട്ടിങ്ങിൻ്റെ മുന്നുള്ള സ്റ്റേജാണ്, ഇത് 2 കോട്ട് ഫിനിഷ് ചെയ്തുള്ള സ്റ്റേജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ കട്ട് ചെയ്ത ലെവലിലാണ് അതിൻ്റെ ആ ഫിനിഷിങ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പുട്ടി വർക്കുമായി ബന്ധപ്പെട്ട, പുട്ടി വർക്ക് എന്നല്ല മറ്റേ പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ സെക്ഷനും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും, നമ്മൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ ഉത്തരവാദിത്തോടെ ഏറ്റെടുത്ത് എല്ലാം ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ നമ്മളെ പണിക്കാർ ഇന്നൊരു 5-6 ആൾക്കാർ പണിക്കാരുണ്ട്. അപ്പോൾ ഹിന്ദിക്കാരുണ്ട് നമ്മളെ അടുത്ത്, മലയാളികൾ നമ്മൾ മിക്സ് ആയിട്ടാണ് പണിയെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് കോട്ട് പുട്ടി ഫിനിഷ് ചെയ്തതിൻ്റെ മുകളിൽ സെക്കൻഡ് കോട്ട് ഇടുന്നതാണ്. അതായത് ഫസ്റ്റ് കോട്ട് ഫിനിഷിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം അത് അത്രയും ഫിനിഷിങ്ങിലാണ് നമ്മൾ ഫസ്റ്റ് കോട്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കോട്ട് നമ്മൾ ഫിനിഷിങ്ങിൽ ഇട്ടാൽ തന്നെ നമുക്ക് സെക്കൻഡ് കോട്ട് അടിക്കാൻ അത്രയും എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് നമ്മൾ പുട്ടിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് കോട്ട് ഇട്ടാൽ തന്നെ, ഫസ്റ്റ് കോട്ടായാലും സെക്കൻഡ് കോട്ടായാലും ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല തടിപ്പ് ഞരമ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണും. പക്ഷേ നമുക്ക് കട്ട് ചെയ്യാൻ വളരെ ടാസ്ക് ആയിരിക്കും അത്. ഇപ്പോൾ നമ്മൾ ഓരോ കോട്ട് ഇടുമ്പോൾ തന്നെ നമ്മളത് അതിൻ്റെ ഫിനിഷിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ടിങ് അത്രയും കുറഞ്ഞു കിട്ടും. എന്ന് വിചാരിച്ച് കട്ട് ചെയ്യണമെന്നല്ല, കട്ടിങ് നമ്മൾ അതിൻ്റെ ലെവലിൽ തന്നെ ചെയ്യണം. പക്ഷേ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആര് കട്ട് ചെയ്യുകയാണെങ്കിലും ശരി ബൾബും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് കോട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ എനിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ തന്നെ അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ വേറൊരു കാര്യമൊക്കെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിന് മുന്നേ ഞാൻ പുട്ടിടുന്നതിന് മുന്നേ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റേ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ അടിക്കലാണ്. ഈ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വൃത്തിയായിട്ടുള്ളൊരു പണി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ സ്പ്രേ അടിച്ചിട്ട് ഞാൻ പുട്ടിടാൻ വന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് പിസർ, അതായത് ഇങ്ങനെ ചൊറി പിടിച്ച മാതിരി ഇങ്ങനെ സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് പുട്ടി വലിക്കണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണമായിരുന്നു, കംപ്ലീറ്റ് നമ്മൾ സ്കാപ്പ് ചെയ്തിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി. ഇപ്പോൾ നോർമലി ഇപ്പോൾ സാധാരണക്കാരൻ്റെ ഒരു വീട് പുട്ടിടാൻ അത്രയും കാശില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പ്രേ അടിക്കുകയെന്നുണ്ടെങ്കിൽ അത് നേരാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് പിടിച്ച കാര്യമാണ്. പിന്നെ അവർ ഒരു ദിവസം കൊണ്ട് വന്ന് ഞങ്ങൾ ഫിനിഷ് ചെയ്തും 10,000 സ്ക്വയർ ഫീറ്റ് ഫിനിഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തന്നെ പണി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ കയ്യിൽ ബ്രഷിൽ നമ്മൾ വൈറ്റ് സിമെൻറ്റ് അടിക്കണ ഒരു ഫിനിഷിങ്ങും ഏത് സ്പ്രേ അടിച്ചാലും ഉണ്ടാവില്ല. അത് നമ്മൾ 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇത് ഒരുവിധം അത് ഒഴിവാക്കാവും ഏറ്റവും ബെറ്റർ. പിന്നെ ഇതേപോലെ വേഗം പണി അവസാനിക്കണം എന്നുള്ളൊരു ലെവലിലാണ് ആളുകൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത് വെറും വിഡ്ഢിത്തരത്തേക്കാണ് നമ്മൾ പോയി ചാടുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളിത് 2 കോട്ട് ഫിനിഷ് ചെയ്ത്, അതായത് ആ ഒരു ഏരിയ 2 കോട്ട് ഫിനിഷ് ചെയ്ത ഭാഗമാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൽ വല്ല തടിപ്പോ ഞരമ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതായത് കട്ട് ചെയ്ത ലെവലിലാണ് അതിൻ്റെ ഫിനിഷിങ് ഉണ്ടാവുക. ഇനി നമുക്ക് നൈസായിട്ടൊന്ന് പേപ്പർ ഇട്ടാൽ മതിയാവും, അത് അത്ര ഫിനിഷായി കിട്ടും കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ കട്ടി കൂട്ടി ഞരമ്പ് പിടിച്ചൊക്കെ പുട്ടിയിടാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ താഴത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം അവസാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിലയുടെ മുകളിൽ ഇന്ത്യക്കാർ ഫസ്റ്റ് കോട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും ബാക്കിയുണ്ട്. താഴത്തുള്ള ഫിനിഷിങ് താഴത്തെ 2 കോട്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, കട്ടിങ് ബാക്കിയാണ്.
അപ്പോൾ ഇതാ ഈ കാണുന്ന ഏരിയകളൊക്കെ നമ്മളെ പുട്ടി വർക്ക് കഴിഞ്ഞിരിക്കണം കേട്ടോ. പക്ഷേ എവിടെയും കട്ടിങ് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതൊക്കെയും കട്ടിങ് കഴിയാത്ത സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പുട്ടി വർക്കും കാര്യങ്ങളും എങ്ങനെയെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ അതായത് നിലയിട്ട ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഏകദേശം ഇപ്പോൾ 2 കോട്ട് നമ്മൾ കഴിഞ്ഞിരിക്കണം. 2 കോട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ കട്ടിങ് മാത്രമാണ് ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി മൊത്തം പുട്ടി വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇടുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ ഇട്ടയിൽ വെച്ചിട്ട് നമുക്ക് പെർഫെക്റ്റായി തോന്നിയ ഒരു പുട്ടി ഏഷ്യനാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കോട്ടായാലും സെക്കൻഡ് കോട്ടായാലും നമ്മൾ വലിക്കുമ്പോൾ മറ്റേ 2 വലി വലിച്ച് മൂന്നാമത്തെ ഒരു വലിക്കുമ്പോൾ സംഭവം ടൈറ്റായിട്ട് ആകെ പിരിയും. പക്ഷേ ഏഷ്യൻ്റെ പുട്ടിക്ക് അങ്ങനെയൊരു വിഷയമല്ല. കാരണം നമ്മളത് കുറച്ച് സമയമെടുത്ത് വലിച്ചാലും നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. മറ്റുള്ള ബിർള അതുപോലെ തന്നെ ബർജറൊക്കെ ആയാലും വാട്ടർ പ്രൂഫിങ് തന്നെയാണ് ഒക്കെ. പക്ഷേ അത് വലിക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പണിക്ക് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ഏഷ്യൻ്റെ പുട്ടിയാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് കോട്ട് അടിച്ച്, അതായത് സെക്കൻഡ് കോട്ട് ഫിനിഷ് ചെയ്താട്ടോ. നിങ്ങൾ സൈഡിൽ നിന്ന് ഇപ്പോൾ കാണിച്ചു തരികയാണ്. ഇതിൽ എനിക്ക് കട്ട് ചെയ്ത പോലെ എനിക്കിത് കാണുമ്പോൾ ഉണ്ടാവുക. കാരണം കട്ടിങ്ങിൻ്റെ സ്റ്റേജ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയും ഫിനിഷിങ്ങിലാണ് നമ്മൾ പുട്ടിപ്പണിയൊക്കെ ചെയ്യണത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിപ്പോൾ പാസേജ് ആണ്. ഇതിൻ്റെ ഏകദേശം 2 കോട്ട് ഫിനിഷിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൽ ബാക്കിയുള്ളത് നമ്മുടെ റൂമുകളിൽ ഈ ഒരു റൂമിൽ മാത്രം സെക്കൻഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് കോട്ട് ഇട്ട് ഫിനിഷാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് കോട്ട് തന്നെ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പണിക്കാരാണ് കേട്ടോ. 3 പേര് ബിനീഷി എന്നാണ്. പിന്നെ ഷമീർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2-3-4 ഹിന്ദിക്കാരുണ്ട് അപ്പുറത്ത്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു 5-6 ആൾക്കാർ, നേരത്തെ പറഞ്ഞ പോലെ ഒരു 5-6 ആൾക്കാരാണ് പണിക്കുള്ളത്. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2 കോട്ട് പുട്ടിയിട്ട് അത് പ്രൈമർ ഫിനിഷ് ചെയ്ത ഭാഗമാണ്. എനിക്ക് കണ്ടാൽ മനസ്സിലാവും അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ പുട്ടിപ്പണി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതായത് ഇത് മുകളിലത്തെ റൂമിലത്തെ ഒരു ഓപ്പൺ ഏരിയയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് കോട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഹിന്ദിക്കാരെ ഇതിൻ്റെ മുകളിൽ അടിക്കുന്നത്. പിന്നെ ഇവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പണിക്കാരാണ് കേട്ടോ. അതായത് ഇന്ത്യക്കാരിൽ പലരും ഉണ്ട്. നല്ലപോലെ വൃത്തിക്ക് ചെയ്യണവരുണ്ട്, വൃത്തിയില്ലാണ്ട് ചെയ്യണവരുണ്ട്. പക്ഷേ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരെ വിളിച്ചിട്ടാണ് പണിയെടുപ്പിക്കുന്നത്. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും നമ്മളെ പണി. പിന്നെ ഇത് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. അതായത് താഴത്തെ ഹാളായാലും ശരി, മുകളിലത്തെ ഹാളായാലും ശരി, അത്യാവശ്യം ഹ്യൂജാണ്. മൊത്തത്തിലൊരു ഓപ്പണാണ്. അതാണ് അത്യാവശ്യം ഗ്ലാസ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീടിന്. പിന്നെ ഇവിടെ ഈ റൂമിൽ ഇപ്പോൾ ഫസ്റ്റ് കോട്ട് അവസാനിക്കണം. അതായത് ഫസ്റ്റ് കോട്ട് ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് കോട്ടിൻ്റെ സെക്ഷൻ എങ്ങനെയാണെന്ന് ഇപ്പോൾ വീഡിയോയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇത് പുറത്തേക്കുള്ള ബാൽക്കണി, നേരത്തെ പറഞ്ഞ പോലെ പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പുറത്ത് ഈ ബോർഡർ, അതായത് വാട്ടർ കട്ടിങ് വരില്ല. അതായത് നമ്മൾ പൈപ്പ് വലിച്ചത് ഞാൻ 2-3 കൊടുത്ത് കണ്ടിട്ടുണ്ട്. പൈപ്പ് വലിച്ചു കൊടുത്തൊന്നും അവർ പുട്ടി തന്നെ ഇട്ടിട്ടില്ല. അതായത് ഇപ്പോൾ എന്തായാലും ബ്ലേഡിൽ നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബ്രഷിൽ എങ്ങനെ 2-3 കോട്ട് അടിച്ചിട്ട് അത് ഫിനിഷ് തന്നെ വേണം. എന്നാലാണ് നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ വാട്ടർ കട്ടിങ് കിട്ടുള്ളൂ. ഞാൻ ഇതിന് മുന്നേ വേറെ സൈറ്റ് എടുത്തിട്ടുണ്ട്. ആ സൈറ്റിൽ ഇതേപോലെ അവർ പുട്ടി അതിൻ്റെ മുകളിൽ ഒന്നും അടിച്ചിട്ടില്ല, അത് അങ്ങനെ ഇട്ടിക്കുക. പക്ഷേ അത്രയും വൃത്തികേടായിട്ടാണ് അത് ഉണ്ടാവുക. കാരണം മറ്റുള്ള ഭാഗങ്ങളൊക്കെ പുട്ടിയിട്ട് ആ ഒരു വാട്ടർ കട്ടിങ് മാത്രമേ നമ്മൾ പുട്ടിയിട്ടില്ലെങ്കിൽ അത്രയും വൃത്തികേടായിട്ട് അത് ഇങ്ങനെ കാണും. അപ്പോൾ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കുക. കാരണം പുട്ടിപ്പണിക്കാർ എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഇതേപോലെ ചെയ്യണ ആൾക്കാരും ഉണ്ട്. അതായത് കരാറെടുത്തിട്ട് വേഗം അവസാനിപ്പിക്കുക എന്നുള്ള ലെവലിൽ ചെയ്യണ പണിക്കാരും ഉണ്ട്. എന്നാൽ അതേപോലെ തന്നെ നല്ല രീതിയിൽ എടുത്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പം പല പണിക്കാരും പല ലെവലിലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. ഇതിപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ് പറയാമെന്ന് മാത്രം കേട്ടോ. പിന്നെ ഇതേപോലെ ഇപ്പോൾ ഈ റൂമിൽ നമുക്ക് എന്തായാലും ഈ റൂമിൽ ഇപ്പോൾ അതായത് ഞാൻ നേരത്തെ കാണിച്ച മാതിരി ഫസ്റ്റ് കോട്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ടിൻ്റെ സ്റ്റേജാണ് ഈ റൂം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. അതായത് നല്ല സ്പേസ് ആയിട്ടുള്ള റൂമാണ് കാര്യങ്ങൾ. അതായത് 4 റൂമും ഒരേപോലെയാണ്. അതായത് ചെറുത് വലുത് എന്നൊന്നുമില്ല, 4 റൂമും ഒരേപോലെയാണ്. പിന്നെ മൂപ്പര് വീഡിയോ എടുക്കാതെ കണ്ടോക്കി നോക്കുമ്പോൾ തലയിലെ കട്ടൊക്കെ അയച്ച് എറിഞ്ഞിട്ടാ. ഇത് നമ്മുടെ മലയാളി ടീമാണ് കേട്ടോ, നമ്മളെ സുഹൃത്തുക്കളാണ്. പിന്നെ നേരത്തെ മുകളിൽ കണ്ട ഹിന്ദിക്കാരാണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ടർ പ്രൂഫ് ചെയ്താണ്. അതായത് ഇപ്പോൾ നമ്മൾ ചുമരിൽ നിന്നുള്ള ചോറി പിടിക്കൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ വീടുകൾക്കൊക്കെ. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ 2 കോട്ട് 2K അടിച്ചിട്ട് 2 കോട്ട് 2K അടിച്ച് അതിൻ്റെ മുകളിൽ പുട്ടിയിട്ട് പ്രൈമർ അടിച്ച ഫിനിഷിംഗ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ആ വെള്ള കളർ കുറച്ച് ഡാർക്ക് വെള്ളമായിട്ട് കാണാൻ അത്രയും നമ്മൾ 2K അടിച്ച് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്ത ഭാഗം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പിന്നീടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിവാകും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ. അപ്പോൾ നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.